ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഇൻസ്റ്റയിലൊക്കെ അങ്ങ് കറങ്ങി നടക്കുക ഈ ഫിഷ് ഫ്രൈ. കുഞ്ഞ് ഗാർലിക്കും കുഞ്ഞ് സ്മോൾ ഒനിയനോടെ ചതച്ച് വെച്ച്, എന്നിട്ട് പാനകത്ത് കോക്കനട്ട് ഓയിൽ ഒഴിച്ച്, ഇനി അതർ ഓയിൽ യു ക്യാൻ അപ്ലൈ, നോ പ്രോബ്ലം. സോ അത് കഴിഞ്ഞിട്ട് അതിനകത്തിട്ട് മുളക് പൊടി ഒരു ജസ്റ്റ് 2 or 3 സ്പൂൺ മുളക് പൊടി, ബിക്കോസ് ഐ ആം പുട്ടിങ്, നമ്മളൊരു 3-4 ഫിഷ് പീസേ ഇടുന്നുള്ളൂ. സോ ഒരു 3 സ്പൂണെങ്കിലും ഇട്ട്, അത് കഴിഞ്ഞ് ഇച്ചിരി ടർമറിക് പൗഡർ ഒരു 1/2 സ്പൂൺ ഇട്ട് നല്ലതായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തതിന് ശേഷം വേണം, ഇച്ചിരി ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യുക. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലായിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതായിട്ട് അങ്ങോട്ട് പരന്ന് കഴിയുമ്പോൾ നമ്മൾ ഇടിച്ച് വെച്ച സാധനങ്ങൾ ഇടുക. അതായത് ചെറിയ ഉള്ളി ഇതും, പിന്നെ കരിയാപ്പിലയും, പിന്നെ നമ്മുടെ പുളി പിഴിഞ്ഞത്, ജ്യൂസ് പുളി പിഴിഞ്ഞത് നമ്മളങ്ങോട്ട് അതിനകത്ത് ഒഴിക്കുക. ഒത്തിരി ഒഴിക്കരുത്, അപ്പോൾ അങ്ങ് വെള്ളമാകും. ഒരു നോർമൽ ലെവലിൽ അങ്ങ് ഒഴിക്കുക. ഒഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഫ്രൈ ചെയ്ത് ഒരു പരുവാകുമ്പോൾ നമ്മൾ നോക്കി, ഇപ്പോൾ ഇത് ഫ്രൈ ആയി. ഇപ്പം ഒരു നോർമൽ ലെവലാകുമ്പോഴത്തേക്ക് ഇച്ചിരി മീനിൻ്റെ പീസസ് എടുത്ത് വെക്കുക അതിനകത്ത്. അതിനിടയിൽ ഉപ്പ് ഇടണം കേട്ടോ. പിന്നെ ഉപ്പ് തികഞ്ഞില്ല, പിന്നെ ഒന്നുകൂടി ഇടാം. ഇത് പീസസ് കറക്റ്റായിട്ട് വെക്കുക, എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. വെന്ത് കഴിയുമ്പം തിരിച്ചിടുക. ഒരു തരം ഫ്രൈ ആകുമ്പം തിരിച്ചിടുക. അപ്പോൾ ഒത്തിരി ഓയിൽ ആവശ്യമില്ല, അത് ഹെൽത്തിയാണ് നമുക്ക്. ഇത് സ്റ്റീമിലാണ് കൂടുതലായിട്ടും വേകുന്നത്. കണ്ടേ ഈ പരുവായി, നല്ല അടിപൊളിയായി. ഇപ്പോൾ ഇതിൻ്റെ ആ ഗ്രേവി ഒന്ന് വായിച്ച് നോക്കി, എന്നാ ടേസ്റ്റാണെന്നറിയാം. ഇത് മാത്രം മതി നമുക്ക് ചോറെടുത്ത് ഒരു പീസ് എടുത്ത് ഞാൻ തിന്ന് നോക്കാൻ പോവാണ്. നല്ല ഇത് ലൈവ് ഫിഷ് ആയിരുന്നു കേട്ടോ, റൗ, അടിപൊളി.